ഹലോ മക്കളെ, +2 മാത്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ കാണുന്ന ചാപ്റ്ററിന് ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻസ് അഥവാ പാരാമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷൻ. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. കോൺസെപ്റ്റ് മാത്രമല്ല, ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ബോർഡ് എക്സാം മാത്രമല്ല, നിങ്ങൾ ഏത് പരീക്ഷ പരിശോധിച്ചാലും, ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ, സെക്കൻഡ് ടൈം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയാലും ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ആൻഡ് ആ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിരുന്നു കണ്ടുകൊണ്ട് എന്താണ് പാരാമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷൻ അത് ഗംഭീരമായിട്ട് മനസ്സിലാക്കൂ. ആൻഡ് ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആരംഭിക്കുന്നു. ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ് പാരാമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷൻ. ആദ്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഒരു പാരാമെട്രിക് ഫംഗ്ഷൻസ്. മക്കളെ, എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഞാൻ ടി റെപ്രസെൻ്റ് ചെയ്തു. ആൻഡ് വൈ എന്ന് പറയുന്നതും ഞാൻ മറ്റൊരു ഫംഗ്ഷൻ ജി ഇൻ ടേംസ് ഓഫ് ടി ഞാൻ ഡിഫൈൻ ചെയ്തു. അതായത് എക്സ് എന്ന് പറയുന്നവൻ ഒരു ഫംഗ്ഷനാണ്, ആൻഡ് വൈ എന്ന് പറയുന്നതും മറ്റൊരു ഫംഗ്ഷൻ, രണ്ടുപേരും ഇൻ ടേംസ് ഓഫ് ടി ആണ്. അപ്പോൾ ചോദിക്കും, ടി മാത്രമേ വേരിയബിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ടി മാത്രമല്ല, ടിക്ക് പുറമെ നമുക്ക് ഏത് വേണമെങ്കിലും വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ തീറ്റ ചൂസ് ചെയ്യാം, എഫ് ഓഫ് തീറ്റ, ജി ഓഫ് തീറ്റ. അങ്ങനെ ഉദ്ദേശിത്ര മാത്രമാണ് എക്സിനെയും വൈനെയും നമ്മൾ വേറെ വേരിയബിൾ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന വേരിയബിൾ ഉണ്ടല്ലോ, ഇവിടെ വേരിയബിൾ ആരാ? ടി ആണെന്ന് അറിയാലോ. ഈ കാണുന്ന ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. അപ്പോൾ വേരിയബിൾ തീറ്റയാണെങ്കിൽ ഒന്നുകൊണ്ടും ആരും മടിക്കണ്ട, തീറ്റയാണ് നമ്മളുടെ പാരാമീറ്റർ കേട്ടോ. എങ്ങനെയാണ് ഇവന്റെ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്? ഇങ്ങനെ എക്സും വൈയും തരും. ചോദ്യം ഇങ്ങനെയാണ്, dy/dx എന്താണ്? മക്കളെ, നിങ്ങൾ പറയൂ, y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതിന്റെ ടേംസിലാ? ടിയുടെ ടേംസിൽ. ആൻഡ് എക്സോ? എക്സും ടിയുടെ ടേംസിൽ. നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ഈസി ആവുക? അല്ലെങ്കിൽ ഈ കാണുന്ന വൈനെ ഏതിൻ്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി? വേരിയബിൾ ടി ആയതുകൊണ്ട് ടിയുടെ ടേംസിൽ. ഓക്കെ, അതായത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മക്കളെ വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി, dy/dt. അതുപോലെ തന്നെ ഞാൻ എക്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി, dx/dt. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം. എങ്ങനെ? ഡിവൈനെയും ഡി എക്സിനെയും ഞാൻ രണ്ടിനെയും ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ ഞാനിതാ ഡി ടി കൊണ്ട് മക്കളെ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം കേട്ടോ. ബസ് ഇതാണ് ഇവിടുത്തെ ഫോർമുല. സോ dy/dx പറയുന്നത് dy/dt /dx/dt. ഇത് സെയിം ആണെന്ന് എല്ലാ മക്കളും മനസ്സിലാക്കുക. ഇതാണ് മക്കളെ ഇവിടെ എല്ലാം തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നേരത്തെ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് മക്കളെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ചോദിക്കും എല്ലാവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിരന്തരമായിട്ട് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും ചെയ്യണം നിർബന്ധമായിട്ട്. കണ്ടോളൂ. ആവശ്യം എന്താണ്? dy/dx. ആദ്യമായിട്ട് എല്ലാവരും ഫോർമുല എഴുതണം. എന്താ? ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഏത് ടൈപ്പാണ്. ഇത് പാരാമെട്രിക്. എന്താ കാരണം? x = y = ഇനി മുതൽ നിങ്ങൾ x = y = കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, യെസ്, ചോദ്യം എവിടുന്ന? പാരാമെട്രിക് എന്നാണ്. എക്സ് എന്ന് പറയുന്നത് ടിയുടെ ടേംസിൽ, y എന്ന് പറയുന്നത് ടിയുടെ ടേംസിൽ. സോ ദി ടോപ്പിക് ഇസ് നത്തിങ് ബട്ട് പാരാമെട്രിക്. ആവശ്യം എന്താ? dy/dx. എന്ത് ചെയ്യും? ഡിവൈനെ dxനെ രണ്ടിനെ ഞാനിതാ മക്കളെ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആവശ്യം എന്താ? dy/dt വേണം, dx/dt വേണം. y എന്ന് പറയുന്നത് 4/t ആണ്. അഥവാ നമുക്ക് എഴുതാൻ പറ്റും മക്കളെ 4 × ഈ ബൈ ടി മേലെ പോകുമ്പോൾ t⁻⁻1. അപ്പോൾ y എന്താണ് മക്കളെ? 4 × t⁻⁻1 അഥവാ 4t⁻⁻1 അറിയാവുന്നതാണ് എല്ലാവർക്കും. ആവശ്യം dy/dt = 4 × t⁻⁻1ന്റെ എന്താ ഡെറിവേറ്റീവ്? -1 × t⁻⁻1 ഇതവിടെ നിന്ന് കിട്ടി. ഇതൊരു x⁻n എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് x⁻n എല്ലാവർക്കും അറിയാവുന്നതാണ്, nx⁻n-1. അതായത് ഈ കാണുന്ന -1 നേരെ താഴ്ത്തിറക്കി -1 t⁻n-1, n-1 ആണ്. സോ -1 ആൻഡ് ഒരു -1 എഴുതി കഴിഞ്ഞു. സോ ഇറ്റ് ഇസ് സെയിം ആസ് 4 ടൈംസ് ഓഫ് ഒരു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവിന് ആദ്യം എഴുതി -4 ടൈംസ് t⁻⁻2. അഥവാ t⁻⁻2 ഞാൻ നേരെ താഴ്ത്ത് എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും മക്കളെ -4/t². ഒന്നാമത്തെ കഴിഞ്ഞു. അടുത്ത എന്താ? എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യം. എക്സ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട് 40. ആവശ്യം എന്താ? dx/dt. സോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുക. സോ 4 ×
ഡെറിവേറ്റീവ് ഓഫ് ടി, ടിയുടെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 1 ആണ്, ഇൻറ്റു 1. ദി ആൻസർ ഇസ് 4. എന്ത് ചെയ്യുക, നേരെ പോയി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dy/dt നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയാ? -4 /t² ഡിവൈഡഡ് ബൈ dx/dt. ഇതാ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതാരാണ്? അത് മറ്റാരുമല്ല, അത് 4 ആണ്, അഥവാ 4/1 ആണെന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സെയിം ആസ്, മക്കളെ എല്ലാവരും നോട്ട് ചെയ്യണം, -4 /t² ഇൻറ്റു ഈ കാണുന്ന 4/1 മേലെ പോകുമ്പോൾ തലതിരിഞ്ഞ് പോകും. 10ാം ക്ലാസ് മാർക്ക് ഒന്ന് കണ്ടോ, കാണുന്ന 4/1 മേലെ പോയപ്പോൾ തലതിരിഞ്ഞ് 1/4 ആയി മാറി, ഇൻറ്റു 1/4. 4ഉം 4ഉം ക്യാൻസലായി. ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് -1/t². ഇതാണ് മക്കളെ dy/dx. ഇതാണ് ഇതിൻ്റെ ഉത്തരവും. അതിഗംഭീരമായിട്ട് നമുക്ക് എന്താണ് 2 മാർക്ക് ബോർഡ് എക്സാമിന് സമ്മാനിക്കുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണിത്. ഇവൻ അടുത്തേക്ക് പോകാം, നോക്കാം. dy/dx എന്ന് പറയുന്നത് x/at². y എന്താണ്? സോറി, dy/dx കണ്ടുപിടിക്കണം. x എന്ന് പറയുന്നത് at² ആൻഡ് y എന്താണ്? 280 ആണ്. മക്കളെ x ടിയുടെ ടേംസിൽ y ടിയുടെ ടേംസിൽ പാരാമീറ്റർ കഴിഞ്ഞു. ആവശ്യം എന്താണ്? dy/dx. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ തന്നെ y-നെ വിത്ത് റെസ്പെക്ട് ടു ടിയും എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയും ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് മേലും താഴെ ഞാൻ dt കൊണ്ട് ഡിവൈഡ് ചെയ്തു. x എന്ന് പറയുന്നത് at². സോ dx/dt ആവശ്യമുണ്ട്. എന്താ dx/dt? അങ്ങനെ തന്നെ എഴുതി. t² ഡെറിവേറ്റീവ് എന്താണ്? 2t, അഥവാ 2at എന്ന് കിട്ടി. കഴിഞ്ഞു. y എന്താ? y എന്ന് പറയുന്നത് ഹോപ്പ് 280 ആണ്. അടിപൊളി. സോ dy/dt എന്താ മക്കളെ? ആവശ്യം dy/dt ആണല്ലോ. 2a കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതി. ആൻഡ് t ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് t എന്താണ്? 1 ആണെന്നറിയാം, അഥവാ 2a × 1. ദി ആൻസർ ഇസ് 2a. എല്ലാവരും ഓടിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dy/dt എന്ന് പറയുന്നത് 2a ഡിവൈഡഡ് ബൈ dx/dt എന്താണ്? 2at. ഇതാ 2aയും 2aയും ക്യാൻസൽ ആയിപ്പോയി, 1/t. ഇതാണ് നമ്മുടെ dy/dx. ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് dy/dx കാണാൻ ആവശ്യമുള്ളത്. എല്ലാവർക്കും ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻസും ഗംഭീരമായി മനസ്സിലായി. ഞാൻ മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, കാരണം ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇവനെയും ചെയ്യേണ്ടത്. എല്ലാവർക്കും ഹോപ്പ് ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആൻഡ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇന്നത്തെ സൂപ്പർ 60ൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കാരണം ഇവനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പേടി വരും. എന്താ കാരണം? സൈൻ തീറ്റയും കോസ് തീറ്റയും ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൈവിറയ്ക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ കൈവിറയ്ക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രിഗണോമെട്രിക്കിൻ്റെയും എല്ലാം തന്നെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മനസ്സിലാക്കണം, ആവശ്യം dy/dx. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കി എക്സ് എന്ന് പറയുന്നത് തീറ്റയുടെ ടേംസിൽ, വൈയും തീറ്റയുടെ ടേംസിൽ. ഞാൻ പറഞ്ഞു x = y = ഇനി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മടിക്കണ്ട, കണ്ണടച്ച് പറഞ്ഞ പാരാമീറ്റർ കാണും കേട്ടാ. ഇവിടെ എന്താ? വേരിയബിൾ തീറ്റയാണ്. അതായത് ഇവിടുത്തെ പാരാമീറ്റർ ആരാ? പാരാമീറ്റർ തീറ്റയാണ്. മുമ്പുണ്ടായ പാരാമീറ്റർ ആരായിരുന്നു? അത് ടി ആയിരുന്നു. ആ ഒരു മാറ്റമാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ നിമിഷം മനസ്സിലാക്കേണ്ടത്. പാരാമീറ്റർ മാറിയ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് തീറ്റ മക്കളെ? പാരാമീറ്റർ തീറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുത്തു. ആൻഡ് എക്സിനെയോ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുത്തു. അതായത് ബേസിക്കലി പാരാമീറ്റർ തീറ്റ ഇപ്പം എന്ത് ചെയ്തു? ഞാൻ ഡി തീറ്റ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്തു. മാറ്റം എന്താണ്? പാരാമീറ്റർ തീറ്റയായപ്പോൾ ഞാൻ ഡി തീറ്റ കൊണ്ട് ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്തു. ആ ഒരു മാറ്റം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. dy/d∅ dx/d∅. സോ എക്സ് എന്ന് പറയുന്നത് ക്ലാസ് അതെന്താണ്? അത് a cos തീറ്റ. സോ dx/d∅ dx/d∅ എന്ന് പറയുന്നത് മറ്റാരുമല്ല a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ. ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് സൈൻ തീറ്റ. അതായത് മൈനസ് a സൈൻ തീറ്റ കിട്ടിയ അവിടെ നിന്ന് കിട്ടെ. y എന്താ? y എന്ന് പറയുന്നത് a സൈൻ തീറ്റ. സോ dy/d∅ എന്തായിരിക്കും? a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ. ഇറ്റ് ഇസ് സെയിം ആസ് കോസ് തീറ്റ. എല്ലാ മക്കളും ഓടിപ്പോയി ഈ കാണുന്ന 2 പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ dy/d∅ ആദ്യം എഴുതുക, ഇത് എവിടെയുണ്ട്? ഇറ്റ് ഇസ് സെയിം ആസ് a cos തീറ്റ ഡിവൈഡഡ് ബൈ അടുത്ത എന്താ മക്കളെ? അടുത്ത dx/d∅ ആണ് വേണ്ടത്. dx/d∅ നമുക്കറിയാം അത് എവിടെയുണ്ട്? മൈനസ് a സൈൻ തീറ്റ. നെഗറ്റീവ് ആദ്യം എഴുതി കേട്ടോ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് ആദ്യം എഴുതി, മൈനസ് a സൈൻ തീറ്റ. ഇതാ എയും എയും ക്യാൻസൽ ആയിപ്പോയി. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഉണ്ട്. ഇറ്റ് ഇസ് സെയിം ആസ് കോട്ട് തീറ്റ. ഒറ്റ കാര്യം നോക്കണം, ഒരു നെഗറ്റീവ് ഉണ്ട്, ഞാൻ മേലെ എഴുതി, മൈനസ് കോട്ട് തീറ്റ.
ബസ്. സിമ്പിൾ. എക്സാം എന്താ ആൻസർ? മൈനസ് കോട്ട് തീറ്റ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരിയായിട്ട് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൊണ്ടാണ് മുന്നോട്ട് പോകാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഈ ചോദ്യം വരുന്നത്? എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, വൈ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു 1 + കോസ് തീറ്റ, രണ്ടും തീറ്റയുടെ ടേംസിൽ. അപ്പോൾ തന്നെ മനസ്സിലായി എക്സ് ഇക്വൽ ടു വൈ ഇക്വൽ ടു, വിച്ച് മീൻസ് ഇതൊരു പാരാമെട്രിക് ഫങ്ഷൻസ് ആണ്. ആൻഡ് പാരാമീറ്റർ ആരാണ്? പാരാമീറ്റർ തീറ്റയാണ്. ആവശ്യം എന്താ? ആവശ്യം മറ്റാരുമല്ല, dy/dx. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്തു. സോ dy/d തീറ്റ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാം y ഇക്വൽ ടു a ഇൻറ്റു 1 + കോസ് തീറ്റ. സോ dy/d തീറ്റ ഇക്വൽ ടു, ഞാൻ എ അങ്ങനെ തന്നെ എഴുതി. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 പ്ലസ് കോസ് തീറ്റ, ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ ഇറ്റ് സെയിം ആസ് മൈനസ് സൈൻ തീറ്റ. സോ 0 മൈനസ് സൈൻ തീറ്റ ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് സൈൻ തീറ്റ. സോ എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ അഥവാ മൈനസ് എ സൈൻ തീറ്റ. ഇതാണ് dy/d തീറ്റ. അടുത്തോ എക്സ് എന്ന് പറയുന്നത് പ്ലസ് എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. സോ dx/d തീറ്റ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ. മക്കളെ എക്സിന് ഡെറിവേറ്റീവ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ, സോ ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റയോ അത് 1 ആയിരിക്കും. മനസ്സിലാക്കണം കേട്ടോ. 1 മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ, 1 മൈനസ് കോസ് തീറ്റ. നമ്മൾ ഈ കിടക്കുന്ന രണ്ട് പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ dy/d തീറ്റ എന്ന് പറയുന്നത് മൈനസ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ dx/d തീറ്റയോ അത് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതാ എയും വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 1 മൈനസ് കോസ് തീറ്റ ഉണ്ട്. ഈ കിടക്കുന്ന 1 മൈനസ് കോസ് തീറ്റ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ബഹുഭൂരിഭാഗം പേര് എന്ത് ചെയ്യും? ഇപ്പം എന്നോട് ചോദിക്കും ഇത്ര എഴുതിയാൽ മാർക്ക് കിട്ടുമെന്ന്. മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. ഞാൻ ഇത്ര ഇത് സ്റ്റോപ്പ് ചെയ്താൽ മാർക്ക് കിട്ടും. മക്കളെ മാർക്ക് നഷ്ടപ്പെടാം, കുറച്ച് മാർക്ക് വേണമെങ്കിൽ കളയാം. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റെപ്സും എല്ലാവരും പഠിക്കണം. നിങ്ങൾ എക്കാലും ഒരു കോഡ് പോലെ ഓർത്തിരിക്കണം. 1 ലവ്സ് കോസ്. ഓർത്തോ? 1ഉം കോസും അഗാധമായ പ്രണയത്തിൽ എക്കാലും. ഇത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലും എല്ലാ മക്കളും നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. 1 വന്നാൽ അവിടെ കോസ് വേണം. ഓക്കെ. സൈനോ? സൈൻ സിംഗിളാ, സൈൻ സിംഗിളാ. കണ്ടോ? സൈൻ സിംഗിളും 1 ലവ്സ് കോസും. ഇതിന് കാരണം നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഒരു ഹാഫ് ആംഗിൾ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോസ് 2 തീറ്റ അല്ലെങ്കിൽ കോസ് 2x ഫോർമുല ഇറ്റ് ഈസ് സെയിം ആസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അതേപോലെ തന്നെ കോസ് 2x വേറെ ഫോർമുല 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. സോ കോസ് 2x പറഞ്ഞാൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സും 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. ഞാൻ ഈ കാണുന്ന ഇവനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി മക്കളെ. അപ്പോൾ എന്ത് കിട്ടി? വളരെ സുഖമായിട്ട് പറയാൻ പറ്റി. നോക്കിയേ, ഇവിടെ ഇവൻ അപ്പുറം കൊണ്ടുപോയിട്ടോ. 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x. അതുപോലെ തന്നെ 1 പ്ലസ് കോസ് 2x എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കണം 2 കോസ് സ്ക്വയർ എക്സ് ആണ്. ഈ രണ്ട് ഫോർമുല എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. അത് രണ്ടും വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. എല്ലാവരും നോക്കണം കേട്ടോ, കാരണം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടുത്തെ ആംഗിൾ 2x. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി ഇവിടെ വരാം. ഇവിടെ 2x പകുതി ബൈ 2 ചെയ്തു. 2 വിട്ട് ബാക്കുന്നുണ്ട്, ബാക്കി x അതോടെ വരും. അപ്പോൾ ചോദ്യം വന്നു, ഇവിടെ 4x ആയിരുന്നെങ്കിലോ? 4x പകുതി 2 പോയി ബാക്കുന്നുണ്ട്, ബാക്കി 2x. ഇവിടെ 2x വന്നേനെ. അപ്പോൾ നമുക്കിവിടെ 1 മൈനസ് കോസ് എക്സ് ആണ്. കണ്ടോ? അതായത് 1 മൈനസ് കോസ് തീറ്റ. ആ സമയം നിങ്ങൾ പറഞ്ഞേ ഇവിടെ തീറ്റയാണ്. എന്താണ് തീറ്റയുടെ പകുതി? നിങ്ങൾക്കറിയാം അത് തീറ്റ/2 ആണ്. സോ ഈ കാണുന്ന എക്സിന് പകരം എന്ത് വരും? തീറ്റ/2 വരും. 2 സൈൻ സ്ക്വയർ തീറ്റ/2. സോ എല്ലാ മക്കളും ഈ കാണുന്ന ഫോർമുലാസ് നിർബന്ധമായിട്ടും പഠിക്കണം. 2 സൈൻ സ്ക്വയർ തീറ്റ/2 ആണ് വരുന്നത്. ഇപ്പം എന്തായി? നമ്മുടെ ഡിനോമിനേറ്റർ ആകെ മാറി. ഇറ്റ് ഈസ് സെയിം ആസ് 2 സൈൻ സ്ക്വയർ തീറ്റ/2. ബാക്കി എന്തുണ്ട്? മൈനസ് സൈൻ തീറ്റ എഴുതി ഇങ്ങനെ. ഇത് എഴുതുമ്പോൾ പ്രശ്നം എന്താ? താഴത്തെ ആംഗിൾ തീറ്റ/2, ഹാഫ് ആംഗിൾ പകുതി. മേലെയോ? മേലെ തീറ്റ. അത് പാടില്ല, തെറ്റാ.
തീറ്റ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാണുന്ന സൈൻ തീറ്റനെ മാറ്റണം. അതിനെയും ഹാഫ് ആംഗിൾ ഫോർമുല അപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൈൻ തീറ്റയുടെ ഹാഫ് ആംഗിൾ ഫോർമുല ക്ലാസ് എല്ലാവരും നോട്ട് ചെയ്യണം. സൈൻ 2 തീറ്റ ഇസിക്കൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. മക്കളെ തല നല്ലോണം കറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് കൈസ് കുറച്ച് മോശമാവുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തല നല്ലോണം കറങ്ങാണ്. അപ്പോൾ ഇനിവേ ഞാൻ എന്താ ഇതും കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യട്ടോ. സോ ഇവിടെ എന്താ 2 തീറ്റയാണ്. 2 തീറ്റയുടെ പകുതി എല്ലാവർക്കും അറിയാം, അത് തീറ്റയാണ്. അതായത് ഇവിടെ ആംഗിൾ എന്ത് വന്നോ അതിൻ്റെ പകുതി എഴുതി 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ തീറ്റയുണ്ട്, അതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 തീറ്റ ആയിരുന്നെങ്കിലോ 4 തീറ്റയുടെ പകുതി നിങ്ങൾക്കറിയാം 2 in 4 2 times 2 തീറ്റ. ഇതിൽ രണ്ട് നമുക്ക് മക്കളെ 2 തീറ്റ വരും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ആയിരുന്നെങ്കിലോ ഈ കിടക്കുന്ന തീറ്റയുണ്ട്. തീറ്റയുടെ പകുതി എല്ലാവർക്കും അറിയാം തീറ്റ ബൈ 2 ആണെന്ന്. ഓക്കെ, തീറ്റയുടെ ഹാഫ് തീറ്റ ബൈ 2 ആണ്. സോ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. സോ ഓടിപ്പോയി ഈ കിടക്കുന്ന സൈൻ തീറ്റയ്ക്ക് എന്ത് മാറ്റുക? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. സോ ഞാൻ ഇവനെ മാച്ചു. എന്നിട്ട് എന്ത് എഴുതി? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. നെഗറ്റീവ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഒരു സൈൻ തീറ്റ ബൈ 2 ഒരു സൈൻ തീറ്റ ബൈ 2 പോയി. ബാക്കി എന്തുണ്ട്? മൈനസ് കോസ് തീറ്റ ബൈ 2 ഉണ്ട് എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെയോ ഒരു സൈൻ തീറ്റ ബൈ 2 ബാക്കിയുണ്ട്. ഇറ്റ് ഇസ് സെയിം ആസ് നെഗറ്റീവ് എഴുതി കോസ് തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2. ഇറ്റ് ഇസ് സെയിം ആസ് കോട്ട് തീറ്റ ബൈ 2. ദി ആൻസർ ഇസ് മൈനസ് കോട്ട് തീറ്റ ബൈ 2. എല്ലാ മക്കളും ഈ കാണുന്ന ക്വസ്റ്റ്യൻ അത് ഗംഭീരമായിട്ട് പഠിക്കണം. ഒരു മനോഹരമായ ചോദ്യമാണ് നമ്മളിത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത്. ആൻഡ് ഈ കാണുന്ന ഒരു ചോദ്യം ഞാൻ ഇന്ന് വൈകുന്നേരമുള്ള സൂപ്പർ 60 നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന മക്കളെ. So signing off, Afnas AK from Xylem Learning. Bye-bye. Thank you all. Thank you.